ചോദ്യത്തിന് മറുപടിയായി ഉത്തരമായി ലഭിച്ചതാണ്. 23-24 വർഷത്തിൽ സംസ്ഥാനത്ത് ST വിഭാഗത്തിൽപ്പെട്ട 468 കുട്ടികളാണ് പഠനം അവസാനിപ്പിച്ചത് എന്നാണ് സർക്കാർ നിയമസഭയിൽ നൽകിയിരിക്കുന്ന മറുപടി. ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതലായിരിക്കും നിങ്ങൾ നേരിട്ട് സമാഹരിച്ചിട്ടുണ്ടാവുക. വയനാട്ടിൽ മാത്രം 274 കുട്ടികളാണ് പഠനം അവസാനിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇടുക്കിയിൽ അത് 44ആണ്, കണ്ണൂരിൽ 37 പേരും പാലക്കാട് 32 പേരും പഠനം അവസാനിപ്പിച്ചു എന്നാണ് നിയമസഭാ രേഖ തന്നെ പറയുന്നത്. അപ്പോൾ ഇത് ഞാനത് ഹയർ സ്റ്റഡീസിൽ മാത്രമല്ല, സ്കൂളിൽ നിന്ന് പോലും കുട്ടികൾ പാതി വഴിയിൽ പഠനം ഉപേക്ഷിക്കുന്നു എന്ന നിയമസഭാ ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൊ ഇവിടെ പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് പദ്ധതികളും ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒന്നും സമയബന്ധിതമായോ അത് കാര്യക്ഷമമായോ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഭരണഘടന നൽകുന്ന അവകാശമാണ്. ഒരു ഗവൺമെന്റിന്റെയോ സെക്രട്ടേറിയറ്റിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെയോ ഔദാര്യമല്ല, ഭരണഘടന നൽകുന്ന അവകാശമാണ് ഈ രൂപത്തിൽ നിഷേധിക്കപ്പെടുന്നത് എന്നതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയി നമ്മൾ കാണുന്നത്. ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 കാര്യങ്ങൾ. ഒന്ന്, ഭൂമിയുടെ കാര്യത്തിൽ, തൊഴിലിന്റെ കാര്യത്തിൽ, വികസനത്തിന്റെ വിവേചനമില്ലാത്ത വിഹിതത്തിന്റെ വിതരണം ഉണ്ടാകുന്നില്ല എന്ന കാര്യത്തിൽ ഒക്കെ ശാസ്ത്രീയമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കബളിപ്പിക്കുന്ന രീതിയാണ് തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ശാസ്ത്രീയമാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പ്ലാനിൽ കൂടിയാണ് ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതെങ്കിൽ പ്ലാൻ പ്രകാരം പിന്നെ നമ്മൾ 9.81% SCക്കും 2.83% STക്കും നൽകണം. അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു റൈറ്റാണ്. അത് പ്ലാൻ വഴിയാണെങ്കിൽ. അപ്പൊ ഇപ്പൊ എന്താ കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗം? പ്ലാനെ ദുർബലപ്പെടുത്തുക, പ്ലാനെ അസ്ഥിരപ്പെടുത്തുക, ഓഫ് ബജറ്റ് ബോറോവിംഗ് എന്നൊക്കെ മനോഹരമായ കാര്യങ്ങൾ പറയുക. നല്ലൊരു പേര് ഉണ്ട്, അതിന്റെ പേര് കിഫ്ബി എന്നാണ്. അത് പ്രോജക്റ്റാണ്. പ്ലാൻ വഴി നടപ്പിലാക്കുമ്പോൾ മാത്രമാണ് ഭരണഘടന പറയുന്ന ഇത്രയും നിങ്ങൾ അതിൽ മാറ്റിവെക്കേണ്ടത്. ഇതേ കാര്യം പ്രോജക്റ്റ് വഴി നടപ്പിലാക്കുമ്പോൾ 1 രൂപ പോലും കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, ആർക്കും എവിടെയും ചോദ്യം ചെയ്യാൻ കഴിയില്ല, കോടതിയിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ പ്ലാൻ ദുർബലമാവുകയും പ്ലാൻ അസ്ഥിരപ്പെടുകയും പ്ലാന്റെ വിഹിതം കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് അത് പ്രോജക്റ്റിലേക്ക് മാറ്റുകയാണ്. എന്നാൽ ഈ കിഫ്ബിയിലേക്ക് വരുന്ന തുക എവിടെ നിന്നുള്ളതാണ്? നമ്മുടെ സഞ്ചിത നിധിയിലേക്ക് പോകേണ്ട തുകയാണ് അവിടെ കയക്കാതെ അത് കിഫ്ബിയിലേക്ക് റൂട്ട് മാറ്റി വിടുകയാണ്. അല്ലാതെ ഇവർ കണ്ടെത്തുന്ന പൈസയാണെങ്കിൽ, അല്ല ഞങ്ങൾ അതിതൊന്നും എടുത്തില്ലല്ലോ, ഞങ്ങൾ വേറെ കുറെ പൈസ കിഫ്ബിയിലേക്ക് കൊണ്ടുവരുന്നു, അതിൽ നിന്ന് ഞങ്ങൾ നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് SCയുടെ ഷെയർ ചോദിച്ചു വരുന്നത് എന്നൊരു ന്യായം പറയാൻ വന്നാൽ യഥാർത്ഥത്തിൽ ഈ തുക കിഫ്ബിയിലേക്ക് പോയില്ലെങ്കിൽ സഞ്ചിത നിധിയിലേക്ക് തന്നെ വരേണ്ട തുകയാണ്. കാരണം എന്താണ്? ഈ തുക എവിടുന്നാണ് കിഫ്ബിയിലേക്ക് വരുന്നത്? ഒന്ന്, നമ്മുടെ മോട്ടോർ വാഹന നികുതി. മോട്ടോർ വാഹന നികുതി ഇത്രയും കാലം പിരിച്ചുകൊണ്ടിരുന്നത് എവിടേക്കാണ് പോയിക്കൊണ്ടിരുന്നത്? അത് ഗവൺമെന്റ് എക്സ്ചേഞ്ചറിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അത് നേരെ കിഫ്ബിയിലേക്ക് വഴിതിരിച്ചു വിട്ടു. പെട്രോൾ സെസ്, ഡീസൽ സെസ്, ഇത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്? സഞ്ചിത നിധിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതും എങ്ങോട്ട് വിട്ടു? അപ്പൊ ഈ ഇതിലേക്ക് വന്നിരിക്കുന്ന തുകയെല്ലാം അല്ലെങ്കിൽ എവിടേക്ക് വരേണ്ടതാണ്? ഗവൺമെന്റിലേക്ക് വരികയും അത് പ്ലാനായിട്ട് നടപ്പിലാക്കുകയും അങ്ങനെ പ്ലാനായി നടപ്പിലാക്കുമ്പോൾ SC/ST വിഭാഗങ്ങൾ അർഹതപ്പെട്ട വിഹിതം ലഭിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. അത് പ്രോജക്റ്റിലേക്ക് പോകുമ്പോഴേക്കും വലിയ നഷ്ടമാണ് SC/ST വിഭാഗങ്ങൾക്ക് വിവിധ മേഖലകളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവര് ലോൺ എടുക്കും കിഫ്ബിക്ക് വേണ്ടിയിട്ട്. ലോണിന്റെ പലിശ ആരാ കൊടുക്കുന്നത്? ഗവൺമെന്റ് എവിടുന്നാ കൊടുക്കുന്നത്? ഖജനാവിലെ പണം എടുത്തിട്ടാണ് കൊടുക്കുന്നത്, അല്ലേ? ലോൺ എടുത്തു എന്ന് പറയും, ലോൺ അടയ്ക്കണ്ടേ? ലോണ് ഒരു പീരീഡ് കഴിയുമ്പോൾ ലോൺ തിരിച്ചടയ്ക്കണമല്ലോ. തിരിച്ചടയ്ക്കുന്ന ഏത് പൈസ എടുത്തിട്ടാ? ഈ ഗ്രാൻസ് കൊടുക്കണ്ട, അല്ലെങ്കിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക്
വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കണ്ട, അല്ലെങ്കിൽ അവരുടെ ഭവന പദ്ധതിക്ക് വേണ്ടി കൊടുക്കണ്ട, അല്ലെങ്കിൽ ഭൂരഹിതർക്ക് ഭൂമി നൽകേണ്ട, അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ മേഖലയാകട്ടെ, വ്യവസായ മേഖലയാകട്ടെ, ഇവിടെയെല്ലാം ചെലവാക്കേണ്ട ഖജനാവില് പണം എടുത്തിട്ട് ഈ ലോൺ കിഫ്ബിക്ക് അപ്പൊ നമുക്ക് യാതൊരു ഗുണവും ഇല്ലാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി എടുത്ത ലോണിന് തിരിച്ചടവ് നമ്മൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് വരികയല്ലേ, അതിന്റെ പലിശ പൊതുഖജനാവിൽ നിന്ന് വരികയല്ലേ, പൊതുഖജനാവിലേക്ക് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതല്ലേ. അല്ലെങ്കിൽ ആ പൊതുഖജനാവിൽ ഇത്തരം പ്ലാൻ വെട്ടിക്കുറച്ചിട്ടുണ്ട്, കൊടുക്കാൻ കഴിയുന്നില്ല, പ്രോജക്റ്റിലേക്കാണെല്ലാം, അതുകൊണ്ട് പട്ടികവർഗ വിഭാഗങ്ങൾ ഇത്ര കാലത്തേക്ക് നികുതി നൽകണ്ട എന്ന് തീരുമാനിക്കണ്ടേ? ഇല്ല. അപ്പൊ നമ്മൾ നീതി കൊടുക്കണം, നമ്മൾ സെസ് കൊടുക്കണം, നമ്മളെല്ലാം കൊടുക്കണം. പക്ഷേ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, 80,000 കോടിയുടെ ഒരു അവകാശവാദമുണ്ട് കിഫ്ബി. അങ്ങനെയാണെങ്കിൽ ഒരു 8,000 കോടി രൂപ കൃത്യം മാറ്റി വെക്കണമല്ലോ. മാറ്റി വെച്ചിട്ടുണ്ടോ? 80 കോടി രൂപ മാറ്റി വെച്ചിട്ടില്ല. 80 കോടി രൂപ മാറ്റി വെച്ചിട്ടില്ല. എത്രായിരം കോടി രൂപയുടെ നഷ്ടമാണ് ഈ വിഭാഗത്തിന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ നിയമസഭയിൽ കൃത്യമായി ചോദിച്ചിട്ട് ഒരു മറുപടി തന്നില്ല. മറുപടി ഇല്ല. മറുപടി തരിക എന്ന് പറഞ്ഞാൽ ഇത് സമ്മതിക്കുക എന്നുള്ളതാണ്. സമ്മതിക്കുന്നതിന് പകരം എന്താ, കേട്ട പാവം നടിക്കാതിരുന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, ഇത് സമ്മതിക്കേണ്ടല്ലോ. ഇത് വലിയ, അതാണ് ഞാൻ പറഞ്ഞത്, ശാസ്ത്രീയമായി ഭരണഘടനാ അവകാശങ്ങളെ എങ്ങനെ ഇല്ലാതാക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ പ്ലാന് വെട്ടിക്കുറയ്ക്കുക, അല്ലെങ്കിൽ പ്ലാൻ അസ്ഥിരപ്പെടുത്തുക. ഇപ്പോ 19-20 പ്ലാൻ 30-610 ആയിരുന്നു സ്റ്റേറ്റ് പ്ലാൻ. അതിന്റെ ഒരു വിഹിതം ഞാൻ നേരത്തെ പറഞ്ഞ ഈ 9-2 കിട്ടേണ്ടതാണ്. ആ പ്ലാൻ 20 ആയപ്പോഴത്തേക്ക് 27,610 കോടിയായി. അപ്പം 13,000 കോടി രൂപ അങ്ങനെ തന്നെ വെട്ടിക്കുറച്ചു. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം മാത്രം 500 കോടി രൂപയാണ് നിയമസഭ വോട്ട് ചെയ്ത്, അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ആ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. 500 കോടി രൂപയാണ് നിയമസഭ പാസ്സാക്കിയിട്ട് പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പിന്നീട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി കട്ട് ചെയ്തത്. 500 കോടി രൂപ.